നീ എന്നെ പഠിപ്പിക്കാനൊന്നും വേണ്ട, അത് വേണ്ട. ആ, ഞാൻ ഇവിടെ നിന്ന് ഇരുന്നിട്ട് വരുള്ളൂ. அண்ணாச்சி வீடு வந்தாச்சு, எழுந்திருங்க. அம்மா பாக்குது. വീട് வாங்க. അമ്മ. ஆமா. ഞാൻ നേരെയല്ലേ നടക്കുന്നത്? ஆமா, ரொம்ப கரெக்ட். കേട്ടോ? അണ്ണാച്ചി കുടിച്ചിട്ടൊന്നുമില്ല. ഞാൻ കുടിക്കണമെന്ന് വിചാരിച്ചല്ല മോളെ. ഇവനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചേ. അണ്ണാച്ചി പാവിയായ ഈ അച്ഛനോട് ക്ഷമിക്കും മോളെ. ഞാനല്ല അണ്ണാച്ചി, പോയി சொல்றது ഞാനല്ല. ഞാൻ കുടിക്കണമെന്ന് വിചാരിച്ചല്ല. ഇവൻ ഈ തെണ്ടി. നീ എന്താ പഠിക്കത്തല്ലെങ്കിൽ നിന്ന് കളഞ്ഞത്? എന്റെ സ്ഥാനം പടിക്ക് പുറത്താണല്ലോ. നിന്റെ മോളുടെ ചോറുകൊണ്ട് ഞാൻ വരാത്തതുകൊണ്ട് നിനക്ക് ദേഷ്യം കാണും, എനിക്കറിയാം. അല്ലേലും വരില്ലാന്ന് എനിക്കറിയാലോ. വരണമെന്ന് ഞാനോട്ട് ആഗ്രഹിച്ചിട്ടില്ല. ചേടാ, ഞാൻ സ്കൂളിന്റെ ആവശ്യത്തിന് തിരുവനന്തപുരത്ത് പോയിരിക്കായിരുന്നു. ഞാൻ വന്നത് മോളെ ചോറുകൊണ്ട് അച്ഛൻ വരാത്തത് പരാതി പറയാനൊന്നുമല്ല. കുറച്ച് രൂപ തരാന്ന് പറഞ്ഞിരുന്നു. തടി ഇറക്കാത്തോണ്ട് മില്ലി പണി കുറവാ. പ്രഭാര, കൂടെ കൂടെ നീ ഇങ്ങനെ കാശ് ചോദിച്ചാൽ വേറെയും ചെലവുകളില്ലേ? കാണും. അച്ഛന് ഭാര്യയുടെയും മകളുടെ ആവശ്യങ്ങൾ തന്നെ ഒത്തിരി ഉണ്ടല്ലോ. ഔദാര്യമൊന്നുമല്ല, എനിക്ക് അവകാശപ്പെട്ടത് തന്നെ ചോദിക്കുന്നത്. ഇപ്പൊ സ്കൂളിന് വേണ്ടി തന്നെ പല പല ചെലവുകൾ. സ്കൂള് നാടുദ്ധരിച്ച് പേരെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരിക്കും ഉദ്ദേശം. പ്രഭാര, ഏതായാലും നിങ്ങളുടെ കാര്യം മുട്ടില്ല നടന്നോട്ടെ. ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചോളാം. എടാ, ഞാനും നിങ്ങളും എന്നുള്ള നിന്റെ ഈ മനോഭാവത്തെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. എനിക്ക് പ്രസംഗമൊന്നും കേൾക്കണ്ട. എനിക്ക് ഇങ്ങോട്ട് തരാനുള്ളത് തന്നാ മതി. എടാ, ഞാൻ അവനോട് ഞാൻ ഏതാണ്ട് വലിയ ദ്രോഹം ചെയ്ത മാതിരി അവന്റെ പെരുമാറ്റം. സോമൻ എങ്ങനെ നടക്കുന്നോ ആവോ? എങ്ങനെ ഇത് നടക്കട്ടെ? അവൻ എപ്പോഴും പണം വേണം. അമ്മയുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നതിന്റെ ദേഷ്യം പ്രഭാകരൻ ഇത്രയും കാലമായിട്ട് മാറിയിട്ടില്ല. മാറിയിട്ടില്ല, മാറണ്ട. എന്തിനാ ശല്യപ്പെടുത്താൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നത്? അവന് വേണ്ടതല്ല ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെ കിടക്കും. അവൻ പറഞ്ഞു കേട്ടൊന്നും നീ വിഷമിക്കണ്ട. എരിവേലിൽ മാധവൻ എഴുത്തച്ഛൻ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. யாருக்கு அண்ணாச்சிக்கா? അണ്ണാച്ചിക്കാണോ തങ്ങച്ചിക്കാണോ അറിയില്ല. എരിവേലിൽ മാധവൻ എഴുത്തച്ഛന് ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. அண்ணாச்சி கடிதம். പിന്നെ വല്ലാത്ത ദാഹമുണ്ട്. കുടിക്കാൻ സ്വല്പം സംഭാരം കിട്ടിയ തിരക്കിട്ടില്ല. சாம்பாரா? സാമ്പാറല്ല, സംഭാരം. மோர். அப்படியே. എന്താ രജിസ്ട്രേഷൻ? ഒപ്പിടു. ദാ, ഇവിടെ ദാ. ആ, സംഭാരം വന്നില്ല. ഈശ്വര, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഭാനു, ശാരദേ, എടോ ഗോന്നാനെ, அண்ணாச்சி அம்மா வாங்க, எல்லாரும் வாங்க. டேய், என்ன நினைச்சிட்டேடா? விடுடா அண்ணாச்சி. നമ്മുടെ സ്കൂളിൽ അംഗീകാരം കിട്ടി. ഗോന്നാനെ, നമുക്ക് സ്കൂള് കിട്ടിയടോ. 2 കൊല്ലത്തെ എന്റെ ശ്രമം വിജയിച്ചു. ഗോന്നാനെ, ഞാൻ നാളെ മുഴുവൻ നടന്നു പറ, നമ്മുടെ വെള്ളാങ്കരക്കാർക്ക് സ്കൂള് കിട്ടിയില്ല. നമ്മുടെ സ്കൂള്, ഈ നാടിന്റെ സ്കൂളിന് അനുമതി കിട്ടി. ഉപ്പ് സത്യാഗ്രഹം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഉപ്പിന് വേണ്ടിയുള്ള സത്യാഗ്രഹം. മഹാത്മാഗാന്ധി അനുമതി കിട്ടി.